12ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുവാൻ ജീവിതം ത്യജിച്ച കേരള ജിയന്ന എന്നറിയപ്പെടുന്ന അച്ചാമ്മ ജേക്കബിന്റെ മാതൃസാക്ഷ്യം ജീവന്റെ സുവിശേഷമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ്. ക്യാൻസർ രോഗബാധയ്ക്കിടയിലും ഉദരത്തിലെ കുഞ്ഞിന് ജന്മം നൽകാനായി സ്വന്തം ജീവൻ അർപ്പിച്ച അച്ചാമ്മ ജേക്കബിന്റെ ജീവിതം സമകാലിക ലോകത്തിന് ജീവന്റെ സുവിശേഷത്തിന്റെ ശക്തമായ സാക്ഷ്യമാണെന്ന് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. റജി അച്ഛൻ്റെ ജനനവും തൻ്റെ പൗരോഹിത്യ ജീവിതവും ഈ പ്രോ ലൈഫ് ആക്ടിവിറ്റീസിന് വലിയ പ്രചോദനം പകരുന്നതാണ്. അച്ഛൻ്റെ അമ്മ അച്ചാമ്മ എപ്രകാരം ആ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ സമർപ്പിച്ചുവെന്ന് ഇന്ന് വളരെയേറെ പേർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അമ്മയുടെ ജീവൻ്റെ ദാനം തൻ്റെ ജനനത്തിന് കാരണമായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അനേകരുടെ ആധ്യാത്മിക ജനനത്തിനും അനേകരുടെ ജീവൻ്റെ സംരക്ഷണത്തിനും പ്രത്യേകിച്ച് അവഗണിക്കപ്പെടുന്ന കുട്ടികളുടെ സംരക്ഷണത്തിനുമൊക്കെ ആയിട്ട് അച്ഛൻ ചെലവഴിക്കുകയാണ്. നാം മറ്റൊരു മനുഷ്യന് ചെയ്യുന്ന നന്മ പാവപ്പെട്ടവർക്കും രോഗികൾക്കും ദരിദ്രർക്കുമൊക്കെ ചെയ്യുന്ന സേവനം വാസ്തവത്തിൽ ജീവൻ്റെ സംരക്ഷണം തന്നെയാണ് നിർവഹിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട റജി അച്ഛൻ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം ജനിച്ച പ്രവാചകന്മാരുടെയും പുണ്യപുരുഷന്മാരുടെയും ജനനത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഫാദർ റജി പുലിക്കോട്ടിലിന്റെ ജനനമെന്നും അഭിവന്യ പിതാവ് കൂട്ടിച്ചേർത്തു. അച്ചാമ്മ ജേക്കബിന്റെ 53ാം ചരമവാർഷികത്തോടും അവരുടെ മകനും സലേഷ്യൻ സന്യാസ സമൂഹാംഗവുമായ ഫാദർ റജി പുലിക്കോട്ട് SDBയുടെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷത്തോടും അനുബന്ധിച്ച് മുട്ടാർ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും കൃതജ്ഞതാ ബലിക്കും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകിയ ഇറ്റലിയിലെ വിശുദ്ധ ജിയന്ന ബരേട്ട മോളയെപ്പോലെ തന്റെ 12ാമത്തെ കുഞ്ഞിന് ജന്മം നൽകാനാണ് കേരള ജിയന്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അച്ചാമ്മ ജേക്കബ് ജീവൻ അർപ്പിച്ചത്. അന്ന് അച്ചാമ്മ ജീവൻ കൊടുത്ത് നേടിയ കുരുന്ന് ഇന്ന് ജനത്തിനായി ദൈവസന്നിധിയിൽ കരമുയർത്തുന്ന വൈദികനാണ്. സലേഷ്യൻ സന്യാസ സമൂഹാംഗമായ ഫാദർ റജി പുലിക്കോട്ട് SDB തന്റെ പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഓരോ ജീവനും ദൈവത്തിന്റെ അമൂല്യമായ ദാനമാണെന്ന ജീവന്റെ സന്ദേശമാണ് ലോകത്തിനു മുൻപിൽ നൽകുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വൈദികനായി. 53 വർഷങ്ങൾക്ക് മുൻപേ എനിക്ക് എൻ്റെ ജീവൻ എൻ്റെ അമ്മ എനിക്ക് ദാനമായിട്ട് തന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അമ്മച്ചി ഞാൻ 12ാമത്തെ മകനായിരുന്നപ്പോൾ തന്നെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ക്യാൻസർ രോഗം ഉണ്ടാകുകയായിരുന്നു. അബോർഷൻ ആവശ്യമാണെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടപ്പോൾ ഇല്ല, എൻ്റെ ഉദരത്തിലുള്ളത് എൻ്റെ കുഞ്ഞാണ്, ജീവനാണ്. എൻ്റെ ജീവൻ പോയാലും അമ്മച്ചിയുടെ മകൻ്റെ ജീവിതം എനിക്ക് ആവശ്യമാണ്, ഈ ലോകത്തിന് ദാനം ചെയ്യണം, ദൈവസ്നേഹമാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ജന്മം നൽകുകയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം അമ്മ ഈ ലോകം വിട്ടുപോവുകയും ചെയ്തു. ആ ത്യാഗത്തെ ഓർക്കുന്നു, സ്മരിക്കുന്നു. ആ വലിയ സ്നേഹത്തെ എന്നും നന്ദി പറയുന്നു. ആ അമ്മയുടെ ത്യാഗം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള 25ലധികം വൈദികർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായിരുന്നു. ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് കട്ടപ്പുറം സ്വാഗതം ആശംസിച്ചു. ഫാമിലി അപ്പോസ്തലറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് പാറയ്ക്കൽ റജി അച്ഛന് ജൂബിലി ആശംസകൾ നേർന്നു. ഫാദർ ജോസഫ് തെക്കേക്കുറ്റി CMI, ഫാദർ ജോയ് ജോസഫ് SDB എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഉച്ചകഴിഞ്ഞ് അച്ചാമ്മ ജേക്കബിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ജീവൻ ജ്യോതിസ് പ്രോ ലൈഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടനാട് റീജിയണൽ പ്രോ ലൈഫ് സെമിനാർ നടന്നു. സെമിനാർ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ ആന്റണി ഏത്തക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസഫ് പാറയ്ക്കൽ ജൂബിലേറിയൻ ഫാദർ റജി പുലിക്കോട്ട് SDBയെ ആദരിച്ചു. ഫാദർ ജോസഫ് കട്ടപ്പുറം, റജി ആഴാഞ്ചിറ എന്നിവർ പ്രസംഗിച്ചു. ഷിഖേന ന്യൂസ്, ആലപ്പുഴ.